ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമേ, എന്തുകൊണ്ടാണ് നീ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സഹനങ്ങൾ തരുന്നത്, വേദനകൾ തരുന്നത്? ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ലേ? നിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നില്ലേ? വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നില്ലേ? എന്നിട്ടും എന്തിനാണ് എൻ്റെ ദൈവമേ നീ എനിക്ക് സഹനങ്ങൾ തരുന്നത്? പലപ്പോഴും വേദനയോടുകൂടി കണ്ണീരോടുകൂടി നമ്മുടെ ഈശോയോട് ചോദിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ ഇന്നത്തെ വചനത്തിൽ അതിനുള്ള കൃത്യമായ മറുപടി എൻ്റെ ഈശോ എനിക്ക് തരുന്നുണ്ട്. എന്താണതെന്ന് പറയുന്നത്? ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. എൻ്റെ ജീവിതത്തില് ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഞാൻ പുറപ്പെടുവിക്കുമ്പോഴാ എൻ്റെ ജീവിതത്തില് സഹനങ്ങളേറുന്നത്. എന്നിൽ നിന്ന് ഫലമുണ്ടാകുമ്പോഴാണ് ഒരു മുറിപ്പെടുന്നതിന്റെ സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഫലം തരാത്തതിനെ എന്താ ചെയ്യുന്നത്? വെട്ടി തീയിലെറിയും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സഹനം ഉണ്ടാകുമ്പോൾ ഒന്നോർക്കുക, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം എൻ്റെ ജീവിതത്തില് ഞാൻ പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റണം. ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നത് എന്നതിന്റെ തെളിവാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങള്. ദൈവം ഉപേക്ഷിച്ചതല്ല, മറിച്ച് ഈ സഹനം എന്തിനാ തരുന്നത്? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ടാ, കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ടാ. പെട്ടെന്ന് മനസ്സിലാകത്തില്ല, ഭയങ്കര വിഷമമൊക്കെ തോന്നും. പക്ഷെ മനസ്സിലാക്കുക, തമ്പുരാൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. തമ്പുരാനോട് കൂടുതൽ ചേരാൻ വേണ്ടിയാണ് ഓരോ സഹനങ്ങളും എൻ്റെ ജീവിതത്തില് എൻ്റെ ദൈവം തരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടത്തില്ല. എത്ര വേദനകൾ ഉണ്ടായാലും, എത്ര സഹനങ്ങൾ ഉണ്ടായാലും നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോവില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവും. ഫലമില്ല എങ്കിൽ എന്താണ് പറ്റുന്നത്? ഒരു സഹനവും ഉണ്ടാവത്തില്ല. അവസാനം ഒരു സഹനമുണ്ട്. എന്താ? വെട്ടി തീയിലോട്ടെറിയും. സഹനം ഒന്നുമില്ല, ഇടയ്ക്കൊന്നും ഉണ്ടാവത്തില്ല. ഉണ്ടാകുന്നത് വലിയൊരു സഹനം, അതെന്ന് പറയുന്നത് നാശമാവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട്, ദൈവം എന്നെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ത്യാഗമേറ്റെടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, അവനോട് ചേർന്നിരുന്നുകൊണ്ട് ഈ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.